അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വെള്ളക്കയറ്റത്തിന് ശേഷം തുടർച്ചയായിട്ട് 2 ദിവസം ഇതേ അവസ്ഥയായിരുന്നു കേട്ടോ. വീട്ടിൽ വെള്ളം കയറുന്ന അവസ്ഥയായിരുന്നു. പിന്നെ ഞങ്ങൾക്കിപ്പോൾ ഇതൊരു ശീലവും പിന്നെ ഞങ്ങളൊരു സർവൈവൽ മോഡിലുമാണ് മൊത്തത്തിൽ കേട്ടോ. കാരണം കുറച്ച് കാലം നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ കടന്നു പോയേ പറ്റൂ. അത് കഴിയുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പോലെ എല്ലാ കാര്യങ്ങളൊക്കെ സാധിക്കുമ്പോൾ നമുക്ക് വേറൊരു വീടൊക്കെ വെക്കാൻ കരുതി. പിന്നെ പല പല സൊല്യൂഷൻസ് ആയിട്ട് പലരും നമ്മുടെ വീഡിയോ കാണുന്നവരായിട്ട് അറിയിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേതെങ്കിലും ഒരു കൃത്യമായിട്ടൊരു പ്ലാൻ തിരഞ്ഞെടുക്കാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ വൈകിപ്പിക്കുന്നത്. പിന്നെ രാവിലെ വെള്ളം കയറിയത് കാരണം അച്ഛൻ്റെ മൈൻഡൊക്കെ ആകെ ഔട്ടായി. അച്ഛൻ രാവിലെ തന്നെ ഒരാളോട് സ്ഥലം വിൽക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു മേടിക്കാനായിട്ടൊക്കെ ഒരാൾക്കാർ വന്നായിരുന്നു കേട്ടോ. പിന്നെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ വിഷമമെന്ന് വെച്ചാൽ അവരൊക്കെ പ്രായമായിട്ടിരിക്കുകയല്ലേ, അപ്പോൾ അവർക്കും വയ്യാണ്ടിരിക്കുന്നത് കൊണ്ട് അവരുള്ളപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും അവരങ്ങ് ചിന്തിക്കുകയാണ് കേട്ടോ. അവരുള്ളപ്പം ഇതൊക്കെ റെഡിയാക്കി തരണം, അല്ലെങ്കിൽ ഞാൻ കിടന്ന് കഷ്ടപ്പെടുമെന്നൊക്കെ അവർ മനസ്സുകൊണ്ട് വിചാരിക്കുന്നതുകൊണ്ടാണ് അവർ ഈ കച്ചവടത്തിനൊക്കെ പോകാനൊക്കെ നിൽക്കുന്നത്. അപ്പോൾ കച്ചവടം നമുക്ക് പെട്ടെന്ന് ചെയ്യാനൊന്നും പറ്റത്തില്ല. പിന്നെ നമ്മൾ ഈ സ്ഥലം വിട്ട് പോകാനായിട്ട് ഒരു മാനസികമായിട്ട് നമുക്ക് പറ്റാത്തൊരു കാര്യം കൂടെയാണ് കേട്ടോ. നമ്മൾ ജനിച്ച് വളർന്ന സ്ഥലം, പിന്നെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്ഥലം. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് അവിടുന്ന് പോകാനായിട്ട് ഒട്ടും താല്പര്യമില്ല കേട്ടോ. അപ്പോൾ ഇതിനെയൊക്കെ സർവൈവ് ചെയ്ത് നല്ലൊരു സമയത്തുമ്പോൾ നമുക്കും എന്താ പറയുന്നത്, ഒരു വീടൊക്കെ വെക്കാൻ പറ്റുന്ന സെറ്റപ്പിലേക്ക് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ മാറുമ്പോൾ നമ്മൾ അടിപൊളിയായിട്ടൊരു വീടൊക്കെ വെക്കും എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ്, ശുഭാപ്തി വിശ്വാസത്തിലാണ് കേട്ടോ. അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, അതിലാണ് നമ്മൾ മുന്നോട്ട് പോകണേ. ഈ വെള്ളമൊക്കെ നമ്മൾ ഇങ്ങനെ 2 ദിവസമൊക്കെ കയറിയാൽ നമ്മൾ കഴുകി വൃത്തിയാക്കി കളയും കേട്ടോ. പിന്നെ തണുപ്പത്തൊക്കെ ആയതുകൊണ്ട് അമ്മയ്ക്ക് എല്ലാവർക്കും ലിജിക്കൊക്കെ വയ്യാത്തതല്ലേ, അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ചിലർ ആശങ്കയൊക്കെ അറിയിക്കാറുണ്ട്, വിഷമങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷേ ആരും ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, പേടിക്കേണ്ട. ഈ വെള്ളമൊക്കെ ഞങ്ങളിപ്പോൾ അങ്ങ് ശീലിച്ചത് കാരണം ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടല്ല. ഇനി ഇത് കോരിക്കളയുമ്പോൾ ഉള്ള കുറച്ച് ബുദ്ധിമുട്ടില്ല കേട്ടോ. ഇതൊരു 3-4 മണിക്കൂറത്തെ പരിപാടിയാണ് വെള്ളം കോരിക്കളയുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ, അല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ വെള്ളമെല്ലാം കോരി പറ്റിച്ച് 2 ദിവസമായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് വീടെല്ലാം വൃത്തിയാക്കി, വെള്ളമെല്ലാം കോരിക്കളഞ്ഞ് വൃത്തിയാക്കി കഴിഞ്ഞ് ഇന്നലെ ഒരു ദിവസം മഴയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ വണ്ടിക്കകത്ത് ഒരു അനക്കം കാണുന്നുണ്ടോ? ആ വണ്ടിക്കകത്ത് കാണിക്കേ കൈ കാണിക്കേ ഉണ്ടോ, ഒരനക്കം കാണുന്നുണ്ടോ? ഞങ്ങൾ ബാങ്കിൽ വരെ പോട്ടോ. ബാങ്കിൽ വരെ പോകാൻ വേണ്ടിയിട്ട് സംഭവം വെച്ചാൽ ഞങ്ങളൊരു ചെറിയൊരു ലോൺ എടുക്കാൻ വേണ്ടിയിട്ടേ ഒരു ജോയിൻ്റ് അക്കൗണ്ടിൻ്റെ ആവശ്യമുണ്ട്. ജോയിൻ്റ് അല്ല, ഒരു ധനസഹായത്തിൻ്റെ കേട്ടോ. ഞങ്ങൾ അതെന്താ വെച്ചാൽ ഞാൻ വീഡിയോയ്ക്ക് പോകുന്ന വഴിക്ക് പറയാം. അപ്പോൾ അതിനുവേണ്ടി ബാങ്കിൽ പോകാൻ വേണ്ടി നേരത്തെ മഴ തുടങ്ങുന്നതിന് മുമ്പ് ലിജിനകത്ത് ഇരുത്തിയേക്കുക. ഇനി എന്താ വെച്ചാൽ നമ്മുടെ കുറച്ച് ഡോക്യുമെൻറ്റ്സൊക്കെ കൊണ്ടുപോകണമല്ലോ, അതൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നല്ല മഴയാണ്, നല്ല പൊളിഞ്ഞ മഴയാണ്. മിക്കവാറും ഞങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേനും ഇവിടെ കൂടെ വെള്ളം കയറി വീണ്ടും വീട്ടിനകത്ത് വെള്ളം കയറാൻ സാധ്യതയുണ്ട്. അതേണൊക്കെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് പോകുന്ന വഴിക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. ലിജി അവിടെ നിന്ന് എന്തൊക്കെ കുപ്പിയൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട്. എന്തുവാ വേറെ ഫോണ് വെള്ളം മഴ പോണേ ഇതാ വരിക. അപ്പോൾ ഞാൻ പെട്ടെന്ന് കയറട്ടെ അകത്തോട്ട്. സമാധാനം എന്ന് പറഞ്ഞാൽ ലിജി. അപ്പോൾ ഞങ്ങളിതേ മഴയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മുളവന എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി കേട്ടോ. ഞങ്ങളിപ്പോൾ പോകുന്നത് ശരിക്കും ഇവിടെ ഞാനൊന്ന് ഒരുക്കി എടുക്കാൻ വേണ്ടിയാണ് വണ്ടി കയറിയിട്ട് ഒരു വീഡിയോ എടുക്കാമായിരുന്നത്. കമ്മലിടണ്ട, മാല ഇടണ്ട, ലിപ്സ്റ്റിക് ഇടണ്ട, ഒന്നും ഇടണ്ട, വെറുതെ അങ്ങനെ ഇറങ്ങി വണ്ടി കയറി ഇരിക്കുക, എവിടെയെങ്കിലും പോവുക. ഇത് മാത്രമാണ് ഉള്ള പരിപാടി. അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് ജസ്റ്റ് ഒന്ന് കമ്മലും മാലയൊക്കെ ഇട്ടെന്നുള്ള സെറ്റാക്കി അത് വഴിക്ക് പോകല്ലേ. അപ്പോൾ നമ്മൾ ഇപ്പോൾ എടുക്കുന്നത് മുളവന എന്ന് പറഞ്ഞൊരു സ്ഥലത്തു നിന്ന് വന്ന്, ഈ സ്ഥലത്തിൻ്റെ പേര് പൊട്ടിമുക്ക് എന്നാണ് കേട്ടോ. പൊട്ടിമുക്ക് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു പേര്. അപ്പോൾ നമ്മൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ നമ്മളൊരു ബാങ്കിൽ പോയിട്ട് ഒരു ജോയിൻ്റ് അക്കൗണ്ട് എടുക്കാൻ വേണ്ടി പോകണം കേട്ടോ. എന്താണ് ആവശ്യം എന്നുള്ളത് പറഞ്ഞുതരാം. എന്താ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ മിശ്ര വിവാഹിതരല്ലേ, എന്ന് വെച്ചാൽ എന്ന് പറഞ്ഞത് ഇന്റർ റിലീജിയൻ മാരേജ്. അപ്പോൾ അങ്ങനത്തെ മാരേജിൽ വരുമ്പം ലിജി ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത്, ആശുപത്രിയിൽ ലിജി ICUലൊക്കെ ആയിരുന്ന സമയത്ത് ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ വേണമായിരുന്നല്ലോ. അപ്പം ഞാൻ പൈസ കിട്ടാനുള്ള പരമാവധി എല്ലാ വഴികളും ഞാൻ തേടുമായിരുന്നു. അങ്ങനെ ഇതപ്പോഴാണ് അറിഞ്ഞത് നമ്മൾ മിശ്ര വിവാഹിതര റിലീജിയനായിട്ടുള്ള മാരേജ് നടക്കുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഒരു ഫേസ് ചെയ്യുമല്ലോ. ഒന്ന് ഫാമിലി ഇഷ്യൂസ്, പിന്നെ സാമ്പത്തിക ഇഷ്യൂസ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ മാരേജ് ചെയ്യുന്നവർക്ക് സമൂഹത്തിൽ ഒരു ഹെൽപ്പ് കിട്ടണമെന്നുള്ളൊരു
ഇത് വെച്ചിട്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതി ഉണ്ട് കേട്ടോ. അവർക്കൊരു ചെറിയൊരു ഫണ്ട് ഗവൺമെൻറ് സഹായമായിട്ട് നൽകും. അപ്പോൾ ഇവള് ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് നമുക്ക് ആ സമയത്ത് ആ ഫണ്ട് തരുന്നതിനൊരു സ്കീമുണ്ട് കേട്ടോ. ഒന്നുകിൽ ആരോഗ്യ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം, അങ്ങനെ എന്തെങ്കിലും കേട്ടോ. അപ്പം അന്ന് ഞാൻ ലിജി ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് നമുക്ക് ചികിത്സയ്ക്ക് ആവശ്യമായിട്ട് പൈസയൊന്നും ഇല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടിരുന്ന സമയമായിരുന്നു. അന്ന് ഈ യൂട്യൂബും ഫേസ്ബുക്കും ഒന്നും ഇല്ലല്ലോ നമുക്ക്. ആരുടെ പൈസ ചോദിക്കാതെ വെച്ചാൽ നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ ക്യാഷ് ചോദിക്കാനുള്ളൂ. അങ്ങനെ നമ്മളെന്ത് ചെയ്ത് ഇവിടെ വന്നിട്ട് ഞാൻ നമ്മുടെ ബ്ലോക്ക് ഓഫീസിൽ വഴി ഇതിന് അപേക്ഷ കൊടുത്ത്. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് കേട്ടോ. അന്ന് നമ്മൾ വെച്ചാൽ പൈസ കിട്ടിയ പറ്റും ലിജിയുടെ ഹെൽത്ത് നമ്മൾ രക്ഷിക്കണം അങ്ങനെയൊക്കെ. അപ്പോൾ അന്നൊരു അപേക്ഷ കൊടുത്തതാണ് 2021. ഇപ്പം 2026 ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് വിളിച്ച് അതിൻ്റെ ഫണ്ടിൻ്റെ കാര്യം റെഡിയാക്കാനായിട്ട് ചെല്ലാനായിട്ട്. അപ്പോൾ ചെറിയൊരു തുക നമുക്ക് കിട്ടും കേട്ടോ. അപ്പം അതിന് നമ്മൾ രണ്ടുപേരുടെയും സെയിം ബാങ്ക് അക്കൗണ്ട് വേണം. പിന്നെ നമ്മൾ കോ ലിവിങ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോഴും ഒരുമിച്ചാണ് ജീവിക്കുന്നത് എന്നുള്ളതിന് തെളിയിച്ചൊരു സാക്ഷ്യപത്രം, 200 രൂപയുടെ സാക്ഷ്യപത്രം, പിന്നെ ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ സൈൻ ചെയ്യണം. അങ്ങനെയൊക്കെ അങ്ങനെ ഒരു പരിപാടി അല്ലേ ലിജി? അപ്പം ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ നമ്മുടെ വീട് വെള്ളത്തിലൊക്കെ മുങ്ങിയപ്പോൾ ഒരുപാട് പേര് വന്നിട്ട് പറഞ്ഞായിരുന്നു വീട് വിറ്റിട്ട് വേറെ സ്ഥലത്തേക്ക് പോകും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ വീടിൻ്റെ പേരിൽ ഒരു 4-5 ലക്ഷം രൂപ ലോൺ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ലോണെല്ലാം അടച്ചു തീർത്താൽ മാത്രമേ നമുക്ക് വീട് വിൽക്കാൻ പറ്റുള്ളൂ, വീട് സ്ഥലം വിൽക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് നമ്മുടെ വീട് കഴിഞ്ഞ ദിവസം ഒരാൾ വീട് വിലയ്ക്ക് അങ്ങനെയൊക്കെ നോക്കാനൊക്കെ വന്നു കേട്ടോ. അപ്പം അങ്ങനെ ലോൺ എടുത്ത് വെച്ചിട്ട് അതിനിപ്പോൾ 2 മാസമായിട്ട് 3-4 മാസമായിട്ട് അടയ്ക്കാൻ പറ്റണില്ല കേട്ടോ. ഒരുപാട് പ്രശ്നമായിട്ട് അടയ്ക്കാൻ പറ്റണില്ല. അങ്ങനെ അതിന് റിക്കവറി നോട്ടീസൊക്കെ വന്നിരിക്കുമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മളൊരു സ്ഥലത്ത് നിന്ന് താന്നു പോകുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും സ്ഥലത്തിൽ ഇങ്ങനെ ഉയർത്തി വരാൻ എന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ അല്ലേ? അതെ, അവിടെയാണ് ഒരു 48,000 രൂപ കുടിശ്ശികയായിട്ട് കിടക്കുന്നത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ഒരു സംഭവം ഞങ്ങൾക്ക് വന്ന് കിട്ടിയത് അല്ലേ? അങ്ങനെ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോണേ. അതാണ് കാര്യം. അപ്പം നമ്മൾ വീട് വിൽക്കാനും സ്ഥലം വിൽക്കാനൊക്കെ പറയുമ്പോൾ ആൾക്കാരോട് അന്നും പറയാതിരുന്നാൽ മലപ്പുറം ഇത് പറയണ്ടെന്ന് കരുതിയിരുന്നത്. അപ്പോൾ അത് ഞങ്ങളൊരു ലോൺ വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കോഴിക്കോട് പോയ സമയത്ത് അവിടെ ഹോസ്പിറ്റലിൽ കുറച്ച് പൈസയൊക്കെ ആയില്ല നല്ല. അപ്പോൾ അത് ഞങ്ങളൊരു ലോൺ വെച്ചിട്ടുണ്ടായിരുന്നു 4 ലക്ഷം രൂപയുടെ. അപ്പം അത് വീടിൻ്റെ സ്ഥലത്തിൻ്റെ ഇത് വെച്ചിട്ടാണ് വെച്ചേക്കുന്നത്. അത് ഓൾറെഡി ഞങ്ങളൊരു ലോൺ ഉണ്ടായിരുന്നു. അത് ഒഴിവാക്കി അത് കുറച്ച് പൈസ അടച്ച് നിർത്തിയിട്ട് അടുത്ത ലോൺ എടുത്തേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീട് സ്ഥലമൊന്നും അങ്ങനെ വിൽക്കണമെന്ന് പറഞ്ഞാൽ നിൽക്കാൻ പറ്റത്തില്ല. കാരണം 4 ലക്ഷം രൂപ അടച്ച് ലോൺ ക്ലോസ് ചെയ്താലേ നമുക്കത് വിൽക്കാൻ പറ്റുള്ളൂ. അതുപോലെ കുറച്ച് ഓൺലൈൻ ലോണുകൾ. അപ്പം ഞാൻ എപ്പോഴും പറയാറുള്ള, നമ്മളോട് ഒരുപാട് സ്നേഹമുള്ളവർ അന്ന് നമ്മൾ ലോൺ എടുക്കാൻ പോകുന്ന സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോൺ എടുക്കരുത്, ലോൺ എടുത്താൽ പണി കിട്ടും, നമ്മൾ ഈ ഒരു സിറ്റുവേഷനിലൂടെ പോകുമ്പോൾ നമുക്ക് ആ ലോണൊന്നും അടച്ചു തീർക്കാൻ പറ്റത്തില്ല, ഒരുപാട് ഹോസ്പിറ്റൽ കേസുകളും കാര്യങ്ങളൊക്കെ വരുന്ന എന്ന് പലരും പറഞ്ഞു കേട്ടോ. അപ്പം നമുക്കത് മാർഗമുള്ളതുകൊണ്ട് നമ്മൾ എടുത്താൽ. പക്ഷെ ഇപ്പോഴും മനസ്സിലാക്കുന്ന അവർ പറഞ്ഞ കാര്യം പള്ളായിരുന്നില്ലേ എടുക്കരുത്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ക്രെഡിറ്റ് സ്കോർ, ഈ ലോണൊക്കെ എടുക്കുന്ന കാരണം സിബിൽ സ്കോറൊക്കെ കൂടുതലായത് കാരണം ഈ ഓൺലൈൻ ലോണുകളൊക്കെ ഒരുപാട് വരും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമ്മൾ ഓൺലൈൻ ലോൺ എടുക്കും. അങ്ങനെ 4-5 ഓൺലൈൻ ലോണൊക്കെ എടുത്ത് വെച്ചാൽ അങ്ങനെയും പെട്ട്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് കുണ്ട്ര പള്ളിയൂക്കിലാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതല്ല, പള്ളിയൂക്ക് സിഗ്നലിൽ കിടക്കുക കേട്ടോ. നല്ല ചൂട്, നല്ല മഴ അങ്ങോട്ട് പെയ്ത് കഴിഞ്ഞപ്പോൾ ചൂടായിട്ടോ. ഇനി ഇവിടെ ഞങ്ങളിപ്പോൾ പോകുന്നത് വെച്ചാൽ ഇവിടെ ICIC ബാങ്ക് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ രണ്ടും കൂടെ ഒരു ജോയിൻ്റ് അക്കൗണ്ട് എടുക്കാൻ പോവാം. അതാണ് സംഭവം. അങ്ങനെ ICIC ബാങ്കിൽ ചെന്നപ്പം വേറൊരു പണി കിട്ടി. ലിജിക്ക് ഓൾറെഡി ICIC ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ട് കേട്ടോ. എറണാകുളത്ത് നിന്ന സമയത്ത് ICIC ബാങ്ക് ആയിരുന്നു. അപ്പോൾ ആ അക്കൗണ്ടിലേക്ക് എന്നെയും കൂടെ ജോയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് അത് ലിജിയുടെ പണ്ടത്തെ സാലറി അക്കൗണ്ട് ആയിരുന്നു കേട്ടോ. അപ്പോൾ സാലറി അക്കൗണ്ട് സേവിങ്സ് അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ട് വേണം നമുക്ക് ജോയിൻ്റ് അക്കൗണ്ട് ആക്കാൻ. സാലറി അക്കൗണ്ടിൽ ജോയിൻ്റ് അക്കൗണ്ട് ആക്കാൻ പറ്റില്ല. അങ്ങനെ നോക്കിയപ്പോഴാണ് സേവിങ്സ് അക്കൗണ്ടിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ മിനിമം 15,000 രൂപ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം. അങ്ങനെ ഒരു പ്രശ്നം കേട്ടോ. അപ്പം നമ്മുടെ ഈ ദേശസാൽകൃത ബാങ്കുകൾ എന്ന് പറയാം കേട്ടോ. അപ്പം അത് ഇന്ത്യൻ ഗവൺമെൻറ് കീഴിലുള്ള RBIയുടെ ഇതിലുള്ള ബാങ്കുകളില്ലേ, അപ്പം ആ ബാങ്കുകളിൽ മിനിമം ബാലൻസിൽ വേണ്ടാന്നൊരു ഇത് കേട്ടു. അങ്ങനെ ഞങ്ങൾ ICIC ബാങ്കിൽ കയറിയിട്ട് നേരെ ഫുഡ് കഴിക്കാനായിട്ട് കുറേ നടന്നു കേട്ടോ. അപ്പോൾ എവിടെ ചെന്നപ്പോഴും വീൽ ചെയർ കയറാനായിട്ട് സംഗതിയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ എൻ്റെ ഫുഡ് കഴിക്കാനായിട്ട് പുതിയൊരു ഹോട്ടൽ അവിടെ തുടങ്ങിയിട്ടായിരുന്നു. അവിടെ കയറി ഞങ്ങളൊരു മന്തിയൊക്കെ കഴിച്ചിട്ട് ഇനി വീട്ടിലോട്ട് പോകാമെന്ന് കരുതി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ സ്റ്റൗ കംപ്ലൈൻ്റ് ആയിരുന്നല്ലോ, അപ്പോൾ പുതിയത് വാങ്ങണമായിരുന്നു. അങ്ങനെ സ്റ്റൗ ഒക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് പോകാം കേട്ടോ.
ഇന്ന് മൊത്തം ഞങ്ങൾ റിച്ചാണ്, വേറൊന്നുമല്ല. നമുക്കിന്ന് യൂട്യൂബിൻ്റെ റവന്യൂ വന്ന ദിവസമാണ് കേട്ടോ. വലിയ എമൗണ്ടൊന്നും ഇല്ലായിരുന്നു. നമുക്ക് 14,000 രൂപ കേട്ടോ ഈ മാസം വന്നു കേട്ടോ. വേറൊന്നുമല്ല, ഞാനിപ്പം ജോലിക്കൊക്കെ എല്ലാവർക്കും പോകുന്ന കാരണം വീഡിയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ടൊരു മിനിമം എമൗണ്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അറിയാവുന്നവരൊക്കെ നമ്മുടെ ഏണിങ്സൊക്കെ എത്ര അറിയട്ടെ എന്ന് എഴുതിയിട്ട് പറഞ്ഞു. പിന്നെ അതേ പണ്ടത്തെ അപേക്ഷിച്ചിട്ട് ഫുഡ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേകത നിങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടാവും. സംഭവം എന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങൾ രണ്ടുപേരും 2 പ്ലേറ്റിലാണ് കേട്ടോ കഴിക്കുന്നത്. നേരത്തെ ഞങ്ങൾക്ക് 2 കൂടെ 1 പ്ലേറ്റ് ആയിരുന്നല്ലോ കഴിക്കാനായിട്ട്. ഇപ്പോൾ ലിജി തനിയെ ഫുഡൊക്കെ കഴിക്കും. എനിക്ക് റൈസൊന്നും വേണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ കുറച്ച് നേരം നല്ല രീതിയിൽ കഴിക്കും. കൂടുതൽ നേരം കഴിയുമ്പോൾ കൈക്ക് വേദന വരും കേട്ടോ. അപ്പോൾ മാത്രമേ ഉള്ളൂ എന്നെ കൊണ്ട് വാരി കഴിപ്പിക്കുന്നത്. അങ്ങനെ നമ്മുടെ വീടിനടുത്ത് തന്നെ തൊട്ടടുത്തുള്ള കാനറ ബാങ്കിൽ പോയി അക്കൗണ്ടിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യട്ടോ. അപ്പോൾ അവിടുന്ന് ഒരു ഓഫീസർ പുറത്ത് വന്ന് ലിജിയുടെ തമ്പ് ഇംപ്രഷനൊക്കെ എടുത്തിട്ട് പോയിട്ടോ. അകത്ത് സൈൻ ചെയ്യാൻ ചെല്ലാൻ പറ്റാത്തതുകൊണ്ട് പുറത്തുനിന്ന് KYC എല്ലാം റെഡിയാക്കിക്കൊണ്ട് പോയി. എന്നിട്ട് അടുത്ത ദിവസം ചെല്ലാൻ പറഞ്ഞു, കാര്യങ്ങളൊക്കെ അക്കൗണ്ടൊക്കെ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നേരെ വീട്ടിൽ വന്നു. നമ്മൾ മേടിച്ച സ്റ്റൗ ഇതാണ് കേട്ടോ. സ്റ്റൗവൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചപ്പോഴാണ് മനസ്സിലായത്, നമ്മൾ കഴിഞ്ഞ ദിവസം സ്റ്റൗ റെഡിയാക്കാൻ കൊണ്ടുപോയതിൻ്റെ കൂട്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ റെഗുലേറ്ററും പിന്നെ ട്യൂബും ഒക്കെ ആ ഒരു കവറിനകത്തായിപ്പോയി. അത് കാരണം സ്റ്റൗ ഇവിടെ കൊണ്ടിട്ട് ഓണാക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ അമ്മ അച്ഛൻ ഇന്ന് ഇവിടെ ഇല്ല. അമ്മ അച്ഛനോട് ഹോസ്പിറ്റലിൽ പോയി, കൊല്ലത്ത് പോയേക്കും. അതുകൊണ്ടായിരുന്നു ഞങ്ങൾ പുറത്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നത് കേട്ടോ. വീട്ടിൽ ഫുഡൊന്നും ഉണ്ടാക്കിയില്ലായിരുന്നു. രാവിലത്തെ ഇന്നലത്തെ ചോറൊക്കെ തിളപ്പിച്ച് ഊറ്റി വെച്ചിട്ട് പോയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചിട്ട് വന്നേ. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴും അമ്മ അച്ഛനും വന്നിട്ടില്ലായിരുന്നു. അതിനുശേഷം കുറേ കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പം ഇന്നെന്തായാലും ഇനിയിപ്പോൾ ഉണങ്ങാൻ പറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് സാധനം. എന്നിട്ട് അമ്മ ആയിട്ട് ചോദിക്കട്ടെ ആ ട്യൂബ് എവിടെയാന്ന്, എന്നിട്ട് നമുക്ക് നോക്കാം. ഇല്ലടി ആ ട്യൂബ് എവിടെയാന്നൊരു പിടിയില്ലല്ലോ ചേച്ചി. ഫോൺ എടുത്തിട്ട് ചോദിക്കാനാണോ? നിന്റെ ഫോണാണോ? അമ്മയുടെ ഫോൺ കൊണ്ടില്ല, നിന്റെ ഫോൺ തരാം. ഞാനെന്നാ ചേർന്ന് കിടന്ന് ഉറങ്ങിക്കോട്ടെ. കുറച്ചേരം ഉറങ്ങിക്കോട്ടെ അകത്ത്. അങ്ങനെ കഴിഞ്ഞ ദിവസം മഴയിടയ്ക്ക് ഞാൻ വെള്ളം കുത്തിവിടാനും അങ്ങനെ ക്ലീൻ ചെയ്യാനൊക്കെ പോയ സമയത്ത് മഴയൊക്കെ നനഞ്ഞിട്ട് എനിക്ക് ചെറിയ ജലദോഷമൊക്കെ ആയിരുന്നു. അപ്പം ഞാനതുകൊണ്ട് വന്നിട്ട് കുറച്ച് നേരം കിടന്നു കേട്ടോ. അമ്മയും അച്ഛനൊക്കെ വരുന്നവരെ കുറച്ച് നേരം നല്ലോണം ഒന്ന് ഉറങ്ങി. അപ്പോൾ ലിജി അവിടെ TV കണ്ടോണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഇടയ്ക്ക് വീൽ ചെയർ ഉരുട്ടി എൻ്റെ അടുത്ത് വന്ന് കുറേ നേരം ഇരുന്ന് കേട്ടോ. വന്ന് എന്തിനാന്ന് വെച്ചാൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിക്കാൻ വന്നേ കേട്ടോ. പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതിൻ്റെ പരിപാടി ഇത്രയും പണിയെടുക്കുന്നതിന് അറിയാം അതെന്തിനാന്നുള്ളതാണ് കേട്ടാൽ നിങ്ങൾ ചിരിക്കാൻ പോലെ. ഇത്രയും കഷ്ടപ്പെടും കേട്ടോ. അതായത് ഇങ്ങോട്ട് തിരിച്ചിരുന്ന വണ്ടിയാണ്, അത് തിരിച്ച് ഇടത്തോട്ട് തിരിച്ചിട്ടാണ് ഈ ഡോറ് തുറക്കാമെങ്കിലും ഞാൻ വാരി കൊടുക്കാമെന്ന് പറഞ്ഞു. അതിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് തിരിക്കുന്നത്. അതായത് ഇച്ചിരി നേരം കൊണ്ട് വാരി കഴിക്കാത്തൊരു കാര്യത്തിന് ഇത്രയും പണിയെടുത്ത് ഡോറ് തുറക്കുക. ഡോറ് തുറന്നാൽ ഞാൻ ചെല്ലാന്ന് പറഞ്ഞു കഴിക്കാൻ. മാവനെ ഇത് തുറന്നങ്ങ് പുറത്തേക്ക് വെക്കോ. അതിൻ്റെ അത് ഹെൽഡിപ്പെടുത്തി വിളിച്ചടത്തിയ തിരിയട്ടെ. ഇങ്ങോട്ട് തിരിച്ചു വരുവാണോ? നേരത്തെ സ്പീഡ് ഉണ്ടായിരുന്നു, ഇപ്പം സ്പീഡ് കുറഞ്ഞോ? പവർ പോയോ? എന്നാ വിട്ടോ. അച്ഛനെ ഫുഡ് കഴിക്കണ്ടേ? അത് എത്തിയിട്ടുണ്ട്. ഫുഡ് കഴിക്കുന്നതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് വരിക. പോട്ടെ പോട്ടെ, പയ്യൻ കഴിച്ചോ. പോട്ടെ പോട്ടെ, മുറുക്കപ്പോട്ടെ. പുറത്തേക്ക് ഇറങ്ങാൻ പാടാ. തോറ്റോ? ഈ ഗെയിമിൽ നിന്ന് തോറ്റല്ലോ. തോറ്റെങ്കിൽ കൈപോക്കി കാണിയത്. 2 കൈ പൊക്കി മുകളിലോട്ട് പിടിക്കേ.
അപ്പൊ തനിയെ വാരി കഴിച്ചോളൂല്ലോ. തോറ്റാതെ ഗെയിമി തോറ്റാതല്ലേ, ഗെയിമി ജയിച്ചാൽ വാരി തരും, തോറ്റാൽ കേട്ടില്ല വാരി തരണോ? ഞാൻ ഗെയിമിൽ തോറ്റപ്പോ പിന്നെ ചെയ്യാൻ പാടില്ല. ഉരുളയാക്കി പല്ലുവേദന ഉണ്ട് കേട്ടോ, പല്ലുവേദന ഉണ്ടായിട്ട് മാത്രം. തലേ തിരിച്ചണിക്കാവോ? അതിന്റെ ആളാന്ന് അറിയണമല്ലോ, എന്തുകൂടെ കാണിച്ചേ. പൊക്കോ ദോശാണിയമ്മ. ശ്രമിച്ചു നോക്കിയാൽ നടക്കാൻ തരുന്നുണ്ടോ? വണ്ടി ബാക്ക് എടുക്കുക. ഇത്ര നേരം നീ എടുത്താൽ എഫോർട്ട് ഉണ്ടല്ലോ, ഒരു ആത്മാർത്ഥത വാരി കഴിക്കാൻ, വാരി തരാനായിട്ട്. അതെടുക്ക്, ഫുൾ ബാക്കിലോട്ട് വാ, ഞാൻ ഹെൽപ്പ് ചെയ്യത്തില്ല. ഷോണ ഉണ്ടെങ്കിൽ അത് സെറ്റാണ്. ഫുൾ ബാക്കിൽ വലിച്ച് തിരിയോ? ഭയങ്കര ഡ്രൈവിങ് സ്കില്ലാണ് കേട്ടോ. ആ ഒരു ഡോറിന് അവിടേക്കുള്ള വണ്ടി ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ഡ്രൈവിംഗ് സ്കിൽ ഞങ്ങൾ കാണാൻ പോകുന്നത്. ഇത് ഇടുക്കി സ്റ്റൈല്, ഹൈ റേഞ്ച് സ്റ്റൈല് 4x4 ഒക്കെ പോണ പോലെ ഉണ്ടാവും. പോട്ടെ, ജസ്റ്റ് ഇടത്ത് ബാക്ക് എടുത്തിട്ട് വലത്ത് കയറ്. ഇല്ലടേ പോരാ, സ്കില്ല് പോരാ, സ്കില്ല് പോരാ. ഫുൾ ബാക്ക് ഇട്, ഫുൾ ബാക്ക് ഇട്, ഫുൾ ബാക്ക് എടുത്തിട്ട് വലത്ത് ചേർന്ന് പോകും. ഫുള്ള് ചേർന്ന് പോകാം, ഫുള്ള് ബാക്ക് വലിച്ച് നടക്കില്ല ഇനി. ഫുൾ ബാക്ക് വാ, ഫുൾ ബാക്ക്. ഹെൽപ്പ് ചെയ്യണോ? ഹെൽപ്പ് ചെയ്യണ്ട, സൗണ്ട് കേട്ടല്ലോ, സൗണ്ട് കേട്ടല്ലോ. എന്തോ പിടിക്കണ്ടേ? എന്നാ പൊക്കോ, പിടിക്കുന്നില്ല. പിടിക്കേണ്ട സമയത്ത് നമ്മൾ പിടിച്ചിവിടെ വെച്ചപ്പോൾ ഒരു എളുപ്പം ഇല്ലാതെ എടുത്തോണ്ടൊക്കെ പോവുക. മുഖം കണ്ടാൽ അറിയാം, ഇപ്പം ചിരിക്കുമായിരിക്കും. അമ്മ ഇങ്ങോട്ട് തിരിക്കാമെങ്കിൽ അറിയാം കറക്റ്റ്. ഇങ്ങോട്ട് നോക്കട്ടെ. പോട്ടെ. ഇതിന് പോണം. ഇടുക്കിക്കാരുടെ ഒരു ഹൈ റേഞ്ച് സ്കില്ല് കാണിക്കണം കേട്ടോ, വണ്ടി ഇറങ്ങി പോണേ. എന്ത് കുഴപ്പമൊന്നുമില്ല, നോക്ക്. ഇനി ഇറങ്ങി പോകത്തില്ല, കുറേ സ്ട്രൈറ്റ് ആയല്ലോ, നോക്ക്. കയ്യേറ്റടയ്ക്ക് ഒരു ജാമാവില്ല. അയ്യോ പോട്ടെ, കുറച്ചുകൂടെ മസിൽസ്, വിങ്സൊക്കെ ഒന്ന് വിടർത്ത്, വിങ്സൊക്കെ ഒന്ന് വിടർത്തായി കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകാൻ വേണ്ടി. വലത്തെ സൈഡിൽ നിന്ന് ഇടത്തോട്ട് തള്ളു, അതായത് വലത്തെ സൈഡ് ഫ്രണ്ടിലോട്ടും ഇടത്തെ സൈഡ് ബാക്കിലോട്ടും റോൾ ചെയ്യും. കുറച്ചൊന്ന് ബാക്ക് എടുത്തിട്ട് നേരെ ഓപ്പോസിറ്റ് ബാക്ക് എടുക്കുക. വലത്തെ സൈഡ് ഒന്ന് ബാക്കിലോട്ട് പിടിക്കുക, ഇടത്തെ സൈഡ് ഫ്രണ്ടിലോട്ട് പിടിച്ചൊന്ന് ഇറക്കി. വലത്തെ സൈഡ് ബാക്കിലോട്ട് പിടിക്കുക. പറ്റും 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 പറ്റും. നോക്ക് 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 നോക്ക്, ഐഡിയ പറഞ്ഞു തന്നിട്ടുണ്ട്. കാല് വെച്ച് തള്ളേ, കാലും കൈ വെച്ച് തള്ളടി വരും പോലെ. വറുത്ത് തരാനോ? അച്ഛൻ്റെ ഹെൽപ്പ് ചോദിച്ചോ സാറേട്ടാ വലിക്കാൻ? അച്ഛൻ വലിച്ചോ. അവിടെ അതോ കൊണ്ടുപോയി, പോയി. അങ്ങനെ അടുത്ത ദിവസം പോയിട്ട് നമ്മുടെ റെഗുലേറ്ററൊക്കെ വാങ്ങിയിട്ട് വന്ന് നമ്മുടെ സ്റ്റൗവൊക്കെ സെറ്റ് ചെയ്ത് അമ്മതെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോയിട്ടോ. അമ്മ അപ്പോൾ ഞാൻ ലിജിക്ക് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ് കേട്ടോ. ലിജി കൊച്ചിന് എന്തോ പറയാനുണ്ട്. ഈ സ്റ്റവ് ഒരു ചേച്ചി ഗിഫ്റ്റ് തന്നതാണ്. ആ ചേച്ചിക്കും കുടുംബത്തിനും പിന്നെ നമ്മളെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ എന്ന്
ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സമയവും കടന്നു പോവും. ഒരുപാട് സ്നേഹത്തോടെ വീഡിയോ നിർത്തുന്നു.